ഇതിലും മികച്ച രീതിയിൽ ICC മെൻസ് T20 വേൾഡ് കപ്പിന് നമ്മളെ അത്ഭുതപ്പെടുത്താൻ പറ്റും തോന്നുന്നില്ല. കാരണം സൂപ്പർ എയ്റ്റിലെ എല്ലാ മത്സരങ്ങളും ഒന്നിനൊന്ന് മികവേറിയതായിരുന്നു. എല്ലാം ഒന്നിനൊന്ന് ഇമ്പോർട്ടന്റും ആയിരുന്നു. അപ്പോ ഇങ്ങനെ മുന്നിലോട്ട് പോകുന്ന ഈ T20 വേൾഡ് കപ്പിനെ പറ്റി ഒന്ന് നമുക്ക് ചർച്ച ചെയ്യാം. കുറച്ച് ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള ഗെയിംസ്, സൂപ്പർ എയ്റ്റിലെ കുറച്ച് ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള ഗെയിംസും, പിന്നെ ഇനി വരാൻ പോകുന്ന സെമി ഫൈനലിനെ പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം വിത്ത് പാഡി ഫീൽഡ് ക്രിക്കറ്റർ. അഭിപ്രായത്തില് സൂപ്പർ എയ്റ്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് മാച്ചസ് ആയിരുന്നു മാച്ച് നമ്പർ 45, ഇംഗ്ലണ്ട് വേഴ്സസ് സൗത്ത് ആഫ്രിക്ക. കാരണം സൗത്ത് ആഫ്രിക്ക ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്നു, 163 for 6 in their 20 overs. ലുക്സ് ലൈക്ക് എ ഗുഡ് സ്കോർ, ഡിഫെൻഡബിൾ ടോട്ടൽ. പക്ഷേ ഓൾവേസ് ഇംഗ്ലണ്ടിന്റെ എക്സ്പ്ലോസീവ് ബാറ്റിംഗ് ലൈനപ്പ് ഓൾവേസ് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. കാരണം വെസ്റ്റ് ഇൻഡീസ് 180 അടിച്ചപ്പോൾ ഇംഗ്ലണ്ട് കൂളായിട്ട് തിരിച്ചടിച്ചിട്ട് പോയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗെയിം, സെക്കൻഡ് ഇന്നിങ്സ് ഇംഗ്ലണ്ട് ഫസ്റ്റ് പതർന്നു. പക്ഷെ അതിനുശേഷം ഹാരി ബ്രൂക്ക് ആൻഡ് ലാം ലിവിങ്സ്റ്റൺ വളരെ നല്ലൊരു പാർട്ണർഷിപ്പിലൂടെ ഇംഗ്ലണ്ടിനെ തിരിച്ചു കൊണ്ടുവരുന്നു. ആൻഡ് ഇറ്റ് ലുക്ക് ലൈക്ക് ഇംഗ്ലണ്ട് ഈസി ആയിട്ട് ജയിക്കുന്നു. ബട്ട് ദെൻ അഗെയിൻ ക്രൂഷ്യൽ ഓവർ ബൈ റബാഡ ആൻഡ് സം മാഗ്നിഫിസന്റ് ഫീൽഡിംഗ് ആൻഡ് സൗത്ത് ആഫ്രിക്ക ബാക്ക് ഇൻ ടു ദ ഗെയിം. എന്ത് തോന്നുന്നു ആ അതാണ് ഗെയിമിനെ പറ്റി? ആ എന്താണ്? ഒരു കളിന്റെ ഡിഫൈനിങ് മൊമെന്റ് ആയിരുന്നു മാർക്രമിന്റെ ക്യാച്ച്. മാർക്രം അതുപോലെ തന്നെ കഴിഞ്ഞ ബംഗ്ലാദേശുമായിട്ടൊരു ക്രൂഷ്യൽ ക്യാച്ച്, 1 ball 2 ball 5 എന്തോ ഇരുന്നപ്പോ ഒരു ക്യാച്ച് പിടിച്ചു, ക്രോസ് ദ മുഹമ്മദ് ലൈൻ, അലിയുടെ ക്യാച്ച്. സിമിലർ മുതലുള്ള ക്യാച്ച്. അതേപോലെ തന്നെ ഈ മാച്ചിലും ആ എന്താ പറയാ ആ ഒരു പ്രസൻസ്, അത് ഒന്നും വിട്ടാ തീർന്നില്ലേ. ആ ഒരു മൊമെന്റിൽ പിടിച്ചു, ആ ക്രൂഷ്യൽ 2 point കിട്ടി. അത് കാരണം അല്ലെങ്കിൽ എന്താ 18 ബോളില് 26 അങ്ങനെ എന്തായിരുന്നു ഇക്വേഷൻ, ലാസ്റ്റ് 3 overs 26 ആയിരുന്നു ഇക്വേഷൻ. ഉം, ആ ഉം, ഒരു അടിയിൽ ഈസി ആയിട്ട് കയറുമെന്ന് വിചാരിച്ചു. ബട്ട് ഉം. സൗത്ത് ആഫ്രിക്ക അഗെയിൻ ക്രോസ് ദ ലൈൻ അറ്റ് ദി എൻഡ്. അങ്ങനെയാണ് അതെ, ത്രൂ ഔട്ട് ദ ടൂർണമെന്റ് അവർ പൊക്കോണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ക്രോസ് ചെയ്തു ഒന്നും അവര്. ഒരു കൺവിൻസിംഗ് ആയി ജയിക്കുന്ന പരിപാടി സൗത്ത് ആഫ്രിക്കയ്ക്ക് ഇല്ല. എല്ലാം ഒന്ന് പേടിച്ചിട്ട് മാത്രമേ ജയിക്കുള്ളൂ എന്നുള്ളൊരു ഉറപ്പിലാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാട്ട്മാൻ വൺ ഓഫ് ദ ഫൈൻസ് ആണ് സൗത്ത് ആഫ്രിക്കയുടെ. പക്ഷേ ബാട്ട്മാൻ ആ ലിവിങ്സ്റ്റൺ എറിഞ്ഞ ഓവർ ഫുൾ ടോസുകൾ മാത്രം, മാത്രം ഓൺലി ഫുൾ ടോസസ്, 5 full toss. 5 ഫുൾ ടോസ്. അത് ആ ഓവറിലാണ് ആക്ച്വലി ഇംഗ്ലണ്ട് തിരിച്ചു വന്നത്. കാരണം അതുവരെ ഈവൻ ദോ ലിവിങ്സ്റ്റൺ ഹാരി ബ്രൂക്ക് ഉണ്ടെങ്കിലും റൺ റേറ്റ് കുറച്ച് മുകളിൽ തന്നെ ആയിരുന്നു, റിക്വയർഡ് റൺ റേറ്റ്. പക്ഷേ ബാട്ട്മാനിന്റെ ആ 5 ഫുൾ ടോസിന് ശേഷം ലിവിങ്സ്റ്റൺ മേഡ് ഷുവർ ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് ബോൾസ് ആൻഡ് റൺസ് വളരെ കുറവാണെന്ന്. അതന്നെ നമ്മൾ ആ ഒരു പക്ഷെ വിചാരിച്ചു എന്നിട്ടും തിരിച്ചു കഴിഞ്ഞു പിടിച്ചു. കഴിഞ്ഞു കഴിഞ്ഞു എന്ന് വിചാരിച്ച മൊമെന്റ് ആണ് ആക്ച്വലി. True. അത് റബാഡ റിയലി നൈസ് ബോളിംഗ്. പിന്നെ നീ പറഞ്ഞ പോലെ തന്നെ നോർക്കയാണ് ലാസ്റ്റ് ഓവർ വരുന്നത്, ബ്രില്യൻലി ഡൺ. ആൻഡ് ഓഫ് കോഴ്സ് ക്യാപ്റ്റൻസ് ക്യാച്ച് എയ്ഡൻ മാർക്കറും. ആൻഡ് ഐ തിങ്ക് അത് കഴിഞ്ഞ റൗണ്ട്, ഐ മീൻ ഗ്രൂപ്പ് 2-ലെ പിന്നെയും അതിനുശേഷവും എല്ലാ കളിയും ജയിച്ചു വന്ന സൗത്ത് ആഫ്രിക്കക്ക് വെസ്റ്റ് ഇൻഡീസിനോട് തോറ്റാ പുറത്താവുന്നില്ല ഒരു അവസ്ഥയിലാണ് അടുത്ത കളി വന്നത്. എന്താ ഇപ്പൊ ചെയ്യാ? എല്ലാ കളിയും ജയിച്ചാലും ഈ അവസാനത്തെ കളി തോറ്റാൽ നമ്മൾ പുറത്തു എന്നുള്ള രീതിയിലാണ് മാച്ച് നമ്പർ 50 വെസ്റ്റ് ഇൻഡീസിനോട് സൗത്ത് ആഫ്രിക്ക കളിക്കാൻ ഇറങ്ങിയത്. അതും ആസ് സൗത്ത് ആഫ്രിക്ക ഓൾവേസ് ഡസ്, 135 മാത്രമേ വെസ്റ്റ് ഇൻഡീസിന് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ ഫസ്റ്റ് ഇന്നിങ്സിൽ. അഗൈൻ റിയലി ഗുഡ് ഇന്നിങ്സ് ഫ്രം റോസ്റ്റൺ ചേസ്, താങ്ക്സ് ടു ഹിസ് ഹാഫ് സെഞ്ചുറി, 135 for 8 in the 20 overs. അതിനുശേഷം സെക്കൻഡ് ബാറ്റിംഗിൽ ഇറങ്ങിയ സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിംഗ് കാർഡ് വീണ്ടും പഴയ ബാറ്റിംഗ് കാർഡ് പോലെയായി. ക്വിന്റൺ ഡിക്കോക്ക് ഫെയിലിയർ ആയിരുന്നു. ഹെൻഡ്രിക്സ് അഗെയിൻ ഡക്ക്, ഫസ്റ്റ് ബോൾ ഗോൾഡൻ ഡക്ക്. ഏത് മാർക്കറും വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല. സ്റ്റബ്സ് സ്റ്റേ ടിൽ ദി എൻഡ്, ഓൾമോസ്റ്റ് ദി എൻഡ്. ആൻഡ് ക്ലാസൻ അത്യാവശ്യം നന്നായിട്ട് കളിച്ചു ആ കളി. അഗെയിൻ അവസാന ഓവർ വരെ പോകുന്നു. ആൻഡ് കഗീസോ റബാഡ കംസ് അറ്റ് നമ്പർ 10. എന്നിട്ട് റോസ്റ്റൺ കേസിന്റെ ഒരു ഔട്ട്സൈഡ് ഓഫ് ബോളില് മുട്ടുകുത്തിന്ന് എക്സലന്റ് ഒരു കവർ ഡ്രൈവ് ഫ്രം നമ്പർ 10 ഓ സൗത്ത് ആഫ്രിക്ക എങ്ങനെങ്കിലും ഒക്കെ ഒരു വഴി കണ്ടുപിടിക്കുന്നുണ്ട് ജയിക്കാൻ.
ബാറ്റിംഗ് കൊളാപ്സ് ആണ് എല്ലാ മാച്ചിലും. ബോളേഴ്സ് ബോളും ചെയ്യണം ബാറ്റിംഗ് ചെയ്യണം എന്ന് വെച്ചാൽ എന്താ അവസ്ഥ? അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്തി. അതെ. അപ്പം സൗത്ത് ആഫ്രിക്ക പക്ഷെ ഓക്കെ, എന്തേലും ആവട്ടെ, ഈസ് അൺഡിഫീറ്റഡ്. എല്ലാ കളിയും ലാസ്റ്റ് ഓവർ വരെ എത്തുന്നുണ്ടെങ്കിലും അൺഡിഫീറ്റഡ് ആണ്. ആൻഡ് ദേ ക്വാളിഫൈ ആസ് ടോപ്പ് സ്പോട്ടേഴ്സ് ഇൻ ഗ്രൂപ്പ് 2. ഐ തിങ്ക് അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട മാച്ച് ഈസ് അഫ്ഗാനിസ്ഥാൻ വേഴ്സസ് ഓസ്ട്രേലിയ, ദ മൈറ്റി ഓസിസ്. എന്ത് തോന്നുന്നു ആ എന്താ- മത്സരം? അതായത് ഈ വേൾഡ് കപ്പ് മാത്രമല്ല, ഈ നടന്ന ഒരു ലാസ്റ്റ് 10 years വെച്ച് നോക്കുമ്പോ അത് വെച്ച് നോക്കുമ്പോ ഏറ്റവും ബെസ്റ്റ് മാച്ചാണ്. ഏറ്റവും ബെസ്റ്റ് മാച്ച്. അഫ്ഗാനിസ്ഥാന്റെ ഒരു എന്താ പറയാ, അവരുടെ ഒരു ടീമിന്റെ ഒരു കരിയറിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് മാച്ചായിട്ട് ഇത് വിലയിരുത്തപ്പെടാം. അത്രയ്ക്ക് ഭയങ്കര എന്താ പറയാ, ഒരു ചെറിയൊരു സ്കോറാണ് അവർ അടിച്ചത്. ജസ്റ്റ് ചെറിയ സ്കോറിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് അവർ 114 പാർട്ട്ണർഷിപ്പ്, ഒരു 14 ഓവേഴ്സ് വരെ അവരുടെ ഓപ്പണേഴ്സ് കുർബാസ് ആസ് യൂഷ്വൽ. ഇപ്രാവശ്യം സദ്രാനും ത്രൂഔട്ട് ടൂർണമെന്റ് നല്ലൊരു ക്യാമിയോസ് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ട് തുടങ്ങിയിട്ട് പോയി. പക്ഷേ ഇപ്രാവശ്യം ആ ഒരു 14 ഓവേഴ്സ് വരെ പിടിച്ചു നിന്നു. എന്നിട്ടും ഒരു ചെറിയൊരു ഡൗൺഫോൾ വന്നു. പിന്നെ റാഷിദ് ഖാന്റെ ഒരു ഫൈനൽ ഫിനിഷ് ഏകദേശം ഒരു അവരുടെ ഒരു ബോളിംഗ് ലൈനപ്പ് വെച്ച് റാഷിദ് അല്ല, നോക്കുമ്പോൾ നബിയുടെ നവീന്റെ അവരൊരു എന്താ പറയുക, അവരുടെ ബോളിംഗ് ലൈനപ്പിന്റെ സ്ട്രെങ്ത് വെച്ച് നോക്കുമ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് ടോട്ടൽ എത്തിച്ചിട്ട് ബാറ്റിംഗ് ക്ലോസ് ചെയ്തു. പിന്നെ സ്റ്റാർട്ട് ചെയ്തത് സൗത്ത് ഓസ്ട്രേലിയന്റെ ആ ഒരു സ്റ്റാർട്ടിങ് നോക്കുവാണെങ്കിൽ 3 വിക്കറ്റ് ചടപടന്ന് പോയി. പിന്നെ അഫ്ഗാനിസ്ഥാൻ കാണുന്നത് കഴിഞ്ഞ വേൾഡ് കപ്പിലെ ഞൊണ്ടിയായ വില്ലൻ മാക്സ്വെലിനെയാണ് ഒരു സൈഡിൽ നിന്ന്, മറ്റൊരു സൈഡില് ബ്രൂട്ടൽ സ്റ്റോയിൻസിനെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അതില് ഒരു 50 ഒക്കെ അടിച്ച് നല്ലൊരു പാർട്ണർഷിപ്പ്, 50 റൺ പാർട്ണർഷിപ്പ് അടിച്ച് നോക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ ഏകദേശം ഒരു കഴിഞ്ഞു, ഇനിയൊന്നും ചെയ്യാനില്ല. റീകോള് ആ വന്നിട്ടുണ്ടാവും പഴയ വേൾഡ് തന്നെ കപ്പിന്റെ തിരിച്ച് മെമ്മറീസ്. ഫ്ലൈറ്റ് കയറേണ്ട സമയമായി എന്നുള്ളൊരു തോന്നല് എത്തി. പക്ഷെ അവിടെയാണ് റാഷിദ് ഖാന്റെ ഒരു ടാക്ടിക്സ്, ഗുലാബുദ്ദീൻ നായിക് ക്രൂഷ്യൽ ഗോൾഡൻ ആം ബോളർ കൊണ്ടുവന്നിട്ട് ആ ഒരു 4 വിക്കറ്റ് എടുക്കുന്നത്. ദാറ്റ് ഡിഫൈൻസ് ദ ഗെയിം. അതാണ്. ആൻഡ് ഐ തിങ്ക് ഓസ്ട്രേലിയ പോലുള്ള അത്രയും വേൾഡ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് ടീമിനെ എല്ലാ രീതിയിലും ആ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ തോൽപ്പിച്ചു. അത് ബാറ്റിംഗ് ബോളിംഗ് മാത്രമല്ല, ഈവൺ ഇൻ ദ ഫീൽഡ്. അത് നമ്മൾ അധികം കാണുന്ന ഒരു സംഭവമല്ല. ഓസ്ട്രേലിയ പോലുള്ള ഒരു ടീം ഫീൽഡിൽ ഇത്രയും വലിയൊരു ഫെയിലിയേഴ്സ് വരുത്തുക എന്നുള്ളത് നമ്മൾ അങ്ങനെ പെട്ടെന്ന് യൂഷ്വൽ ആയിട്ട് കാണുന്ന ഒരു പരിപാടിയില്ല. എത്രയോ ഡ്രോപ്പ് ക്യാച്ചസ്, എത്രയോ മിസ്ഫീൽഡ്സ്, എന്തോ കംഫർട്ടബിൾ ആയിരുന്നില്ല ഫീൽഡേഴ്സ് ആരും. മേ ബി ബിക്കോസ് ഓഫ് ദ ബ്രീസ്, ഫുൾ വിൻഡി ആണല്ലോ കാരീബിയൻ. അപ്പോ അതിന്റെ ആയിരിക്കാം ചിലപ്പം. പക്ഷെ അതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് അഫ്ഗാനിസ്ഥാനിൽ കണ്ടത്. നോക്കുവാണെങ്കിൽ എല്ലാ ക്യാച്ചസും ടേക്ക് ചെയ്തു. എന്നിട്ട് ആ മാക്സ്വെലിന്റെ ക്രൂഷ്യൽ ക്യാച്ച് 100ന്റെ ബാക്ക്വേർഡ് പോയിന്റിലെ ആ ക്യാച്ച്, അതാണ് ടേണിംഗ് പോയിന്റ് ഓഫ് ദ മാച്ച്. അങ്ങനെ എല്ലാ രീതിയിലും വളരെ 100% പെർഫോമൻസ് ആണ് അഫ്ഗാനിസ്ഥാൻ. ഓസ്ട്രേലിയ വിട്ടത് എല്ലാം ഈസി ക്യാച്ചസ് ആണെന്ന് ഞാൻ പറയുന്നില്ല. ഏറെക്കുറെ ടഫ് ക്യാച്ചസ് ആയിരുന്നു. പക്ഷേ ഗിവൺ ദാറ്റ് ദിസ് ഇസ് എ വേൾഡ് സ്റ്റേജ്, ഒരു 6 ടഫ് ചാൻസസ് ഉണ്ടെങ്കിൽ യു ആർ എക്സ്പെക്ടഡ് ടു ടേക്ക് അറ്റ്ലീസ്റ്റ് 1 or 2. അവിടെയാണ് ഒരു ടീമിന്റെ, അവിടെയാണ് ഒരു കളി ജയിക്കാൻ പറ്റുന്നത്, അവിടെയാണ് ഒരു ടീമിന്റെ ലെവൽ ഡിഫൈൻ ചെയ്യപ്പെടുന്നത്. അന്ന് അഫ്ഗാനിസ്ഥാൻ 6 ടഫ് ചാൻസ് ഉണ്ടെങ്കിൽ 6 പിടിക്കും എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ ഡേ ആയിരുന്നു അന്ന്. എക്സാക്ട് ഓപ്പോസിറ്റ് ആയിരുന്നു ഫോർ ഓസ്ട്രേലിയ. ഇത് പറഞ്ഞപ്പോഴാണ് ഓസ്ട്രേലിയയുടെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഈ വേൾഡ് കപ്പിലെ മാച്ചിലും ആണ്. അവര് ത്രൂ ഔട്ട് എന്താ പറയാ, ഒരു കംപ്ലീറ്റ് ഡോമിനന്റ് പെർഫോമൻസ് ആണ് ചെയ്യാൻ നോക്കുന്നത്. ഇപ്പൊ ഓപ്പണറായി ഹെഡും വാർണറും വളരെ നല്ല സ്റ്റാർട്ട് കൊടുക്കും. പിന്നെ മാർഷ്, മാക്സ്വെൽ എല്ലാം ബ്രൂട്ടൽ ഹിറ്റിംഗ് ആണ് അവരുടെ ഒരു മെയിൻ ലൈനപ്പ്. പക്ഷെ ചില ടൈമില് അവർ കുറച്ച് ബാക്ക് സ്കില്ലുണ്ടല്ലോ, ഒന്ന് വെയിറ്റ് ചെയ്ത് കളിക്കായിരുന്നു അപ്പുറത്തെ സൈഡ് വിക്കറ്റ് പോകുമ്പോൾ. ഇപ്പൊ അഫ്ഗാനിസ്ഥാന്റെ ഒരു കളിയിൽ നമുക്ക് കണ്ടത് ഒരു പാർട്ണർഷിപ്പ് 3 വിക്കറ്റ് പോയി, പിന്നെ ഒരു നല്ല പാർട്ണർഷിപ്പ് വന്നു. പിന്നെ ഒരു സൈഡിൽ മാക്സ്വെൽ ഔട്ട് ആയപ്പോൾ വേണമെങ്കിൽ സ്റ്റോയിൻസ് കുറച്ച് സ്ലോ ഡൗൺ ചെയ്ത് കളിക്കായിരുന്നു, കുറച്ച് നോക്കി കളിക്കായിരുന്നു. പക്ഷെ വിക്കറ്റ് എറിഞ്ഞിട്ട് പോകുന്നു. ആ ഒരു മൈൻഡ് സെറ്റ്
അത് ഞാൻ ഇന്ത്യയുടെ മാച്ചിലും കണ്ടു. പക്ഷെ ഇന്ത്യയുടെ മാച്ചിൽ ഒരു 15 ഓവേഴ്സ് വരെ പിടിച്ചു നിന്നിട്ടും അപ്പുറത്തെ ഒരു ബാറ്റ്സ്മാൻ നോക്കി കളിക്കായിരുന്നു. അവര് എന്താ പറയാ, ഒരു നോക്കി കളിക്കണ്ട, ഒരു മിഡിൽ ഓവറിൽ ആ ബാറ്റ്സ്മാന്റെ ഒരു അപ്രോച്ച് നോട്ട് അപ് ടു ദ മാർക്ക് ഉം. ടു ക്രോസ് ദ ലൈൻ. ഇപ്പൊ സംഭവിച്ചത് അവരുടെ ഒരു ലോസിലില്ല. അതിൻ അതോടെ ഏകദേശം ഓസ്ട്രേലിയയുടെ ഇത് തീർന്നായിരുന്നു. ബിക്കോസ് ഇന്ത്യനോട് കൂടെ തോറ്റ ഏകദേശം വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായി എന്നുള്ള ഒരു ലെവൽ തന്നെയായിരുന്നു. ബിക്കോസ് അതിന്റെ ഇടയിൽ കമ്മിൻസ് 2 ഹാട്രിക് എടുത്തിട്ട് പോയി. എല്ലാരും അറിഞ്ഞോന്നും അറിയില്ല. ആരും അറിയുന്നില്ല. കമ്മിൻസ് 2 ടീമിനോട് എന്താണ് 2 ഹാട്രിക് എന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യമാണോ? പക്ഷെ അത് പക്ഷേ പക്ഷെ ഈ നോ വൺ ഇന്നത്തെ കെയർസ്. ഹാട്രിക് അല്ലേ, അതാണ് അതും പോയി പുറത്തായല്ലോ. ഇപ്പൊ അതെങ്ങനെയാ 17.6 ഓവറിൽ 2 കളിയാണെന്ന് തോന്നുന്നു. 6 ബോളിൽ ഒരു വിക്കറ്റ് എടുക്കും, എന്നിട്ട് അടുത്ത 19th ഒന്ന് 2 കമ്മിൻസ് തന്നെ അറിഞ്ഞിട്ടുണ്ടാവില്ല ഹാട്രിക് എടുത്തത്. അതാണ് കാര്യം. അതെ കമ്മിൻസ് തന്നെ മറന്നുപോയി എന്ന് പറയണ്ടായിരുന്നു ഇതില്. അങ്ങനെ ഓസ്ട്രേലിയ അഫ്ഗാനിസ്ഥാനോട് തോറ്റു കഴിഞ്ഞിട്ട് പിന്നെ അവർ ഓൾമോസ്റ്റ് ഡൺ ആയിരുന്നു. എനിക്ക് തോന്നുന്നു മെന്റലി ഓൾമോസ്റ്റ് തീർന്നായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഐ തിങ്ക് ദ ബെസ്റ്റ് മാച്ച് ടു ബി വിറ്റ്നസ്ഡ് എന്താ ഈ ഇത്രയും കളികളില് അഫ്ഗാനിസ്ഥാൻ വേഴ്സസ് ബംഗ്ലാദേശ്. ഹൂ വുഡ് ഹാവ് ഇമാജിൻഡ് ഇതായിരിക്കും ക്രൂഷ്യൽ കളി, ഇതായിരിക്കും വേൾഡ് കപ്പിനെ ഡിഫൈൻ ചെയ്യുന്ന കളി. എന്താണ് 2 മാസം മുന്നേ അഫ്ഗാനിസ്ഥാൻ വേഴ്സസ് ബംഗ്ലാദേശ് ആണ് വേൾഡ് കപ്പിനെ ഡിഫൈൻ ചെയ്യാന്ന് പറയുമ്പോൾ ആരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടാവോ? ഇല്ല. അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് 3 ടീംസ് ആണ് അത് വളരെ ക്രൂഷ്യലായിട്ട് ഇരുന്ന് കാണുന്നത്. നമ്പർ 1 ഓസ്ട്രേലിയ, ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാനെ കുറച്ച് കാൽക്കുലേഷൻ ഒക്കെ വേണം, പക്ഷെ ബംഗ്ലാദേശ് ജസ്റ്റ് ഓവർ ദ ലൈൻ, ജസ്റ്റ് അഫ്ഗാനിസ്ഥാനെ തോപ്പിച്ചാൽ ഓസ്ട്രേലിയ ആർ ഇൻ ടു ദ സെമീസ്. അഫ്ഗാനിസ്ഥാൻ ജയിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മഴ പെയ്ത് നോ റിസൾട്ട് ആണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഇൻ ടു ദ സെമീസ്. ബംഗ്ലാദേശ് വളരെ നല്ല നെറ്റ് റൺ റേറ്റിൽ അഫ്ഗാനിസ്ഥാനെ തോപ്പിക്കുകയാണെങ്കിൽ ബംഗ്ലാദേശ് ഇൻ ടു ദ സെമീസ്. അപ്പോ എനിക്കൊന്നു അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു, ബ്യൂട്ടിഫുള്ളി സ്ക്രിപ്റ്റഡ് അല്ലെ? അത് ഇടക്കിടക്ക് അവൻ്റെ പറയുന്നുണ്ടോ ഹൂ ഈസ് റൈറ്റിംഗ് ദ സ്ക്രിപ്റ്റ്, ഐപിഎൽ പറയുന്നത് തന്നെയാണ്. 12 ഓവർ വരെ ബംഗ്ലാദേശിന്റെ കയ്യില്, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓസ്ട്രേലിയന്റെ കയ്യില്, പിന്നെ അഫ്ഗാനിസ്ഥാന്റെ കയ്യില്. വളരെ എന്താ പറയാ നെയിൽ ബൈറ്റിംഗ് ത്രില്ലർ. സത്യം. ബംഗ്ലാദേശ് അല്ല അഫ്ഗാനിസ്ഥാൻ ബാറ്റഡ് ഫസ്റ്റ്, മേഡ് 115. 115 ലുക്ക് ലൈക്ക് നോട്ട് ഇനഫ് ഫോർ എനി അതർ ടീം. പക്ഷെ ബംഗ്ലാദേശ് ആയതുകൊണ്ട് എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പ്ലസ് നമ്മുടെ ബോളിംഗ് ലൈനപ്പ്, അഫ്ഗാനിസ്ഥാന്റെ ബോളിംഗ് ലൈനപ്പ് വെച്ച് നോക്കുമ്പോൾ അത് ഡിഫെൻഡബിൾ ആണ്. അവരുടെ ഡിഫെൻഡബിൾ ആണ്. അതെ. ഗുർബാസ് സദ്രാൻ അഗൈൻ പാർട്ണർഷിപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര സ്ലോ ആയിരുന്നു. അവസാനം റാഷിദ് ഖാ വന്നിട്ടുള്ള ആ ഒരു 3 6-ലാണ് എനിക്ക് തോന്നുന്നു 100 അറൌണ്ട് 100 ഉള്ള ടോട്ടൽ 115 എത്തിയത്. അത് ക്രൂഷ്യൽ ആയിരുന്നു ഫസ്റ്റ് ഇന്നിങ്സിൽ. അതിനുശേഷം സെക്കൻഡ് ഇന്നിങ്സ് ബംഗ്ലാദേശ് ആസ് ഓൾവേസ് ലിറ്റോൺ ദാസിന്റെ ഇന്നിങ്സ് ഒഴികെ ബാക്കി എല്ലാവരും ചുമ്മാ വന്ന് പോവുമായിരുന്നു. ഷാക്കിബ് അൽ ഹസൻ പ്രൂവ്ഡ് ദാറ്റ് റിട്ടയർമെന്റ് ഏജ് ആയി എന്ന്. എനിക്ക് തോന്നുന്നു മഹമ്മദുള്ള വിൽ ഫോളോ ഹിം. രണ്ടുപേരും ഈ ടൂർണമെന്റിൽ തെളിയിച്ചു കഴിഞ്ഞു ഏകദേശം മതിയാക്കാറായി എന്ന്. അങ്ങനെ പോയി. ആൻഡ് അഫ്ഗാനിസ്ഥാൻ യു ഹാവ് ടു ഗിവ് ഇറ്റ് ടു ദം. നമ്മൾ നേരത്തെ ഒരുപാട് പറഞ്ഞു, ദേ ആർ ഗുഡ് ടീം അല്ലെ? വെറുതെ എന്താ പറയാ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെറുതെ അപ്സെറ്റ് കാണിക്കുന്ന ടീമല്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ദേ ആർ ഈക്വലി ഗുഡ് ഇൻ ഓൾ ദ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ദേ ആർ ഗോയിങ് ടു ഗ്രോ ബിഗർ ആൻഡ് ബിഗർ. അത് തന്നെയാണ് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത്. ലൈക്ക് ഇനി കുറെ ബൈലാറ്ററൽ സീരീസ് വരും. എല്ലാ രീതിയിലും ദേ ആർ ഗോയിങ് ടു റീച്ച് ഹൈറ്റ്സ്. അതിന്റെ ഇടയിൽ ഈ മത്സരം ഒന്ന് സ്പോയിൽ ചെയ്യാൻ മഴ ഇടക്കിടക്ക് ശ്രമിക്കുന്നുണ്ടായിരുന്നു. മഴ വരുന്നു പോകുന്നു. മഴ വരുമ്പോ അഫ്ഗാനിസ്ഥാൻ ഫാൻസ് ഒന്ന് സന്തോഷിക്കും, മഴ പോകുമ്പോ തിരിച്ച്. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് കളിക്കുന്നുണ്ടായ ഒരു മാച്ചായിരുന്നു അഫ്ഗാനിസ്ഥാൻ വേഴ്സസ് ബംഗ്ലാദേശ്. അതിന്റെ ഇടയിൽ കൂടെ നടന്ന ഒരു സംഭവമാണ് 7 വിക്കറ്റ്സ് ഡൗൺ. എനിക്ക് തോന്നുന്നു ബംഗ്ലാദേശ് 81 for 7.
ആ സമയത്ത് നൂർ അഹമ്മദ് ബോൾ ചെയ്യുന്നു, മഴ ചാറാൻ തുടങ്ങി. ആൻഡ് എനിക്കൊന്ന് ഡക്വർത്ത് ആ ലൂയിസ് സമയത്ത് ഒരു റൺ എന്തോ കൂടുതലായിരുന്നു അവര് നമ്മുടെ. ആ അതെ അതെ, ഡക്വർത്ത് ലൂയിസ് ആ നിയമത്തിനെ ആൾക്കാർ ഒരുപാട് നോക്കിയത് ഈ അടുത്ത കാലത്ത് ഈ കളിക്ക് വേണ്ടിയിട്ടായിരിക്കും. ആ സമയത്ത് ഡക്വർത്ത് ലൂയിസ് നിയമപ്രകാരം 83 ആയിരുന്നെങ്കിൽ ബംഗ്ലാദേശ് ഹെഡ് ആണ്. അപ്പൊ മഴ കണ്ടിന്യൂ ആയിട്ട് പെയ്താൽ ഡക്വർത്ത് ലൂയിസ് നിയമപ്രകാരം ബംഗ്ലാദേശ് വിൽ വിൻ. 83 ആയിരുന്നു ആ ടാർഗറ്റ്, ബംഗ്ലാദേശ് വാസ് 81. അപ്പോ ഡഗ് ഔട്ട് ഒന്ന് ജോനാഥൻ ട്രോട്ട്, അഫ്ഗാനിസ്ഥാൻ കോച്ച്, സ്ലോ ഡൗൺ എന്ന് പറയുന്നുണ്ട്. സോ ദാറ്റ് അടുത്ത ബോൾ പെട്ടെന്ന് എറിയാതെ മഴ കണ്ടിന്യൂസ് ആയ അമ്പയർസ് വിളിക്കും. അപ്പോ കവേഴ്സ് വന്ന അപ്പൊ മഴ പെയ്ത് ഔട്ടായ അഫ്ഗാനിസ്ഥാൻ വിൻസ്. ആരും കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കുന്നില്ല. നൂർ അഹമ്മദ് ശ്രദ്ധിക്കുന്നില്ല. നൂർ അഹമ്മദ് അടുത്ത ബോളിന് വേണ്ടി റെഡിയായി. അപ്പോ കംസ് മിസ്റ്റർ ഗുൽബദീൻ. ഗുൽബദീൻ നെയ്മറിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു വീഴ്ച. അഭിനയം. അയ്യോ, ഗുൽബദീൻ ഒരു വീഴ്ച, അത് കാണണം. ഇങ്ങനെ നിന്ന് കാലിൽ പിടിക്കുന്നു, നേരെ അങ്ങ് വീഴുന്നു. നോ കോണ്ടാക്ട്, നത്തിങ്, നേരെ അങ്ങ് വീഴുന്നു. ആൻഡ് ഫണ്ണിയസ്റ്റ് തിങ് ഇസ് 10 മിനിറ്റിന് ശേഷം അഫ്ഗാനിസ്ഥാൻ കളി ജയിക്കുന്നു. കളി ജയിച്ച് എല്ലാവരും എന്താ ഡഗ് ഔട്ടിലേക്ക് ഓടുന്നു. ഡഗ് ഔട്ടിലുള്ളവര് ഗ്രൗണ്ടിലേക്ക് ഓടുന്നു, കെട്ടിപ്പിടിക്കാനുള്ള ഒരു ആഹ്ലാദ തിമിർപ്പിൽ. അപ്പൊ റാഷിക്ക ഇങ്ങനെ ഓടാ. റാഷിക്ക ഓടി എനിക്കൊന്ന് ബ്രാവോന്റെ അടുത്തേക്കോ ട്രോട്ടിന്റെ അടുത്തേക്കോ ആയിരിക്കും തോന്നുന്നു. റാഷിക്ക കഷ്ടപ്പെട്ട് ഓടുമ്പോട്ട് ഒരാൾ ഫും എന്ന് പറഞ്ഞു മിന്നൽ മുരളി പോകുന്ന പോലെ ഒരു പോക്ക്. ആരാ? 10 മിനിറ്റ് മുന്നേ ഹാംസ്ട്രിങ്ങിൽ വീണ ഗുൽബദീൻ സ്പ്രിന്റ് ചെയ്യാണ്, ഉസൈൻ ബോൾട്ട് സ്പ്രിന്റ്. റാഷിദ് ഖാനെ തോപ്പിച്ചോണ്ട് ഗുൽബദീൻ ഓടുക. I mean, okay, to be frank, I don't support it. I think that was pure cheating. Unnecessary. അഫ്ഗാനിസ്ഥാൻ ജയിക്കുന്ന ഒരു പൊസിഷനിലായിരുന്നു. ആ ഒരു സമയത്ത് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇമാജിൻ ആക്ച്വലി മഴ പെയ്തിട്ട് വാഷ് ഔട്ട് ആയിരുന്നു. അപ്പോ ആ ടീമിനെ ഇപ്പൊ കാണുന്ന പോലെ ആയിരിക്കില്ല കാണുന്നത്. ഗുൽബദീൻ ചീറ്റ് ചെയ്തപ്പോ അഫ്ഗാനിസ്ഥാൻ സെമി ഫൈനലിൽ കയറി എന്നുള്ളൊരു ഹെഡ്ലൈൻ വന്നേനെ. എസ്പെഷ്യലി ഓസ്ട്രേലിയൻസ് അത് കൊടുത്തേനെ. ഓൾറെഡി സാമ്പ കിട്ടിയ സ്റ്റോറി, സാമ്പൊക്കെ സ്റ്റോറി ഇട്ട് കഴിഞ്ഞ് അതിനെ കുറിച്ച്. അപ്പോ അത് അനാവശ്യമായ ഒരു എന്താ ബേർഡൻ ആയാനെ അഫ്ഗാനിസ്ഥാന്. ഇപ്പൊ അത് അധികം മൈൻഡ് ആക്കാത്തത് അതിനൊരു എഫക്റ്റ് ഉണ്ടായില്ല എന്നുള്ള കാരണം കൊണ്ട് മാത്രമാണ്. പക്ഷെ അത് എന്താ, അത് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ക്യൂട്ടായിരുന്നു കാണാൻ. അത് ഞാൻ പറയണം, നല്ല ക്യൂട്ടായിരുന്നു ഗുൽബദീൻ വീഴുന്ന ആ മസിലൊക്കെ ഉള്ള മനുഷ്യൻ. നേരെ അവസാനത്തെ ആ സ്പ്രിന്റും കൂടെ ആയപ്പോ സമ്പൂർണം വെട്ടിയിട്ട വാഴത്തണ്ട് പോലെയാണ് വീണത്. അത് ക്യൂട്ടായിരുന്നു. പക്ഷേ ദാറ്റ്സ് നോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ബട്ട് ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. അത് ഓരോ മൊമെന്റിലും എന്താ ഓരോ മനുഷ്യന് തോന്നുകയാണെന്ന് തോന്നുന്നു, ഇൻസ്റ്റിങ്ക്ട്. പക്ഷേ ഓക്കെ, വാട്ട് എവർ ഇറ്റ് ബി, ലെറ്റ് ഇറ്റ് ബി. അഫ്ഗാനിസ്ഥാൻ ആർ ത്രൂ. സെമീസ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഫസ്റ്റ് ഇത് പറഞ്ഞപ്പോഴാണ് പ്രീ വേൾഡ് കപ്പ് ടൈമില് കുറെ അനലിസ്റ്റുകൾ പ്രഡിക്റ്റ് ചെയ്തല്ലോ ടോപ്പ് 4 ആരൊക്കെയാണ്. അങ്ങനെ കുറെ പേര് പ്രഡിക്റ്റ് ചെയ്തപ്പോ അഫ്ഗാനിസ്ഥാനെ മെൻഷൻ ചെയ്ത ഒരേ ഒരു ആളേ ഉള്ളൂ, ബ്രെയിൻ ലാറ, ടോപ്പ് 4. അത് റാഷിദ് ഖാൻ പോസ്റ്റ് മാച്ച് പറയുന്നുണ്ടായി. The one man who supported or put us in the top 4 is only Brain Lara. അത് ഇവര് വേൾഡ് കപ്പ് പാർട്ടി ഉണ്ട് സ്റ്റാർട്ടിങ്ങില്, അതില് പറയുന്നുണ്ടായി റാഷിദ് ഖാൻ പോയി, we won't let you down and I think we proved him right. അവര് എന്താ പറയാ, ഒരു ഫീലിംഗ് ഭയങ്കര ഇതായിരുന്നു. അത് നമ്മൾ ത്രൂ ഔട്ട് അവരുടെ പോസ്റ്റ് മാച്ച് സെലിബ്രേഷൻ കാണായിരുന്നു. അത്ര ഇമോഷണൽ ആണ് അവർക്ക്. വാട്ട് ദിസ് മീൻ ടു ദം. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ മൊമെന്റ് ആയിരുന്നു. എക്സാക്ട്ലി. ഐ തിങ്ക് എനിക്കൊന്നും അവര് ഇതൊക്കെ മാറ്റിവെച്ച്, ഈ എക്സൈറ്റ്മെന്റ് ഒക്കെ മാറ്റിവെച്ച് ദേ ഷുഡ് ബി എയിമിംഗ് ഫോർ സൗത്ത് ആഫ്രിക്ക എന്ന് തോന്നുന്നു. ബിക്കോസ് അഫ്ഗാനിസ്ഥാൻ വിൽ ബി ഫേസിംഗ് സൗത്ത് ആഫ്രിക്ക ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം വ്യാഴാഴ്ച രാവിലെ 6 മണി. ആൻഡ് ഓഫ് കോഴ്സ് ഇന്ത്യ വിൽ ബി ഫേസിംഗ്
ഇംഗ്ലണ്ട്. again. ഇംഗ്ലണ്ട് വ്യാഴാഴ്ച രാത്രി 8 മണിക്ക്. ഐ തിങ്ക് ഇന്ത്യക്ക് അഗെയിൻ യൂഷ്വൽ സ്റ്റോറി, പ്യുവർ ഡോമിനേഷൻ ഗ്രൂപ്പ് സ്റ്റേജിൽ, പ്യുവർ ഡോമിനേഷൻ സൂപ്പർ 8-ൽ. ഇനിയാണ് കളി, ഇനിയാണ് സെമി. ഇതേ കളി അങ്ങോട്ട് തന്നെ ഇതേപോലെ തന്നെ കൊണ്ടുപോകണം. പക്ഷെ നൗ ദ പ്രഷർ കംസ്. ഈ കളി തോറ്റാൽ പുറത്തു പോകുന്നുള്ള ഒരു പ്രഷർ, അത് ഹാൻഡിൽ ചെയ്യാൻ അത്ര എക്സ്പെർട്ടൈസ് ഉള്ള ഒരു ടീം അല്ല ഇന്ത്യ എന്ന് നമുക്കറിയാം. ആൻഡ് സൈഡ് എനിക്ക് തോന്നുന്നു ചേഞ്ച് ആവില്ലായിരിക്കും ഇനി. ദർ ഇസ് നോ പോയിന്റ് ഇൻ ചേഞ്ചിങ് ദ സൈഡ്. സെയിം സ്ക്വാഡ് തന്നെയായിരിക്കും കളിക്കുന്നത്. ആൻഡ് ഐ തിങ്ക് വി ഷുഡ് ടോക്ക് അബൌട്ട് ഹിറ്റ്മാൻ, റൈറ്റ്? അതന്നെ, എന്താണ് ആ ഒരു ഇന്റന്റ്, ആ ഒരു കോഹ്ലി ഡക്കി പോയി കഴിഞ്ഞിട്ടും ആ ഒരു ഇന്റന്റ് അടിച്ച്. സ്റ്റാർക്ക് എത്ര അടിച്ചു? 30 റൺ, 29 ഓവറിൽ 3 6, 29 റൺ. ആ വേൾഡ് ക്ലാസ് ബോളറിനെ അടിക്കണമെങ്കിൽ അതിന്റെ ലെവൽ നമ്മൾ മനസ്സിലാക്കണം. അതിൽ തന്നെ ഏകദേശം നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടി. ലൈക്ക് എന്താണ് ഓസ്ട്രേലിയ 1 വിക്കറ്റ് പോയാണ് നമ്മൾ അങ്ങനെ തളർന്നു പോയി. പണ്ട് മുട്ടി കളിച്ച കളിയല്ല കളിക്കാൻ പോകുന്നത്. കാണിച്ചു കൊടുക്കണം എന്നുള്ള ഒരു രീതിയിലാണ് ഹിറ്റ്മാന്റെ. ഹിറ്റ്മാൻ എന്താ പറയാ, അടിച്ചടിച്ചടിച്ച് 90 എത്തി കഴിഞ്ഞിട്ട് സെഞ്ചുറിന് ആവശ്യമില്ല, വീണ്ടും സ്റ്റാർട്ട് വന്നപ്പോ അടിച്ചു കളിക്കാനേ തോന്നി. ആ ത്രൂ ഔട്ട് ആ ഇന്നിങ്സിൽ അവര് വെടിക്കെട്ട് കാണിച്ചിട്ടാണ് പോയത്. ആ ഇന്ത്യൻ തുടരട്ടെ. ഹിറ്റ്മാൻ ആ ഇന്ത്യന്റ് വരാനുള്ള കാരണം ബാക്കി ഇതിനു മുന്നേയുള്ള പ്രീവിയസ് മാച്ചസിലെ ഇന്ത്യയുടെ മിഡിൽ ഓർഡറിന്റെ ഫോമാണ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ആണ് ഹിറ്റ്മാന്റെ ഇതില് ഇന്നിങ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. മിഡിൽ ഓർഡറിൽ ക്യാപ്റ്റനുള്ള കോൺഫിഡൻസ്. ഋഷഭ് പന്ത്, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ അഗൈൻ കൺസിസ്റ്റന്റ് വിത്ത് ദ ബാറ്റ്. എക്സലന്റ് ഇന്നിങ്സ് ആയിരുന്നു അഗൈൻസ്റ്റ് ഓസ്ട്രേലിയ. ആൻഡ് അഗൈൻ ഐ ഹാവ് ടു ടോക്ക് അബൌട്ട് മിസ്റ്റർ അക്സർ പട്ടേൽ. അക്സർ പട്ടേൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു ഇമ്പാക്ട് എല്ലാ കളിയിലും ഉണ്ടാക്കുന്നുണ്ട്. മേ ബി വിത്ത് ദ ബാറ്റ്, മേ ബി വിത്ത് ദ ബോൾ, ഓർ യെസ്റ്റർഡേ ഇൻ ദ ഫീൽഡ്. ആ ക്യാച്ച് ആണ് പ്യുവർലി ഇറ്റ് വാസ് നോട്ട് ബുംറാസ് ഓവേഴ്സ്. ഐ മീൻ ബുംറയുടെ ഓവർ അല്ല, വേറെ ഒരു ബോളറിന്റെ ഓവർ അല്ല. അക്സർ പട്ടേൽ ആ ചാടി പിടിച്ച് വായുന്ന് എടുത്ത ക്യാച്ചാണ് മെയിൻ ടേണിംഗ് പോയിന്റ് ഓഫ് യെസ്റ്റർഡേസ് ഗെയിം. കാരണം മിച്ചൽ മാഷും ട്രാവിസ് ഹെഡും വളരെ സുഖമായിട്ട്, ഒരു റിസ്ക് എടുക്കാതെ വളരെ സുഖമായിട്ട് 11 per over 12 per over പോവായിരുന്നു. അവർ രണ്ടുപേരും നിന്നിരുന്നെങ്കിൽ ഓസ്ട്രേലിയ കളി ജയിച്ചേനെ. പക്ഷെ അക്സർ പട്ടേലിന്റെ മിച്ചൽ മാർഷിനെ എടുത്ത ആ ഒരു ക്യാച്ച്, അത് ഡിഫൈനിങ് മൊമെന്റ് ആയി ഇന്നലെ. ഐ തിങ്ക് what Jadeja used to do now is passed on to Akshar. പറയാം, ജഡേജനെ കൊണ്ട് ഒന്നും കിട്ടുന്നില്ല. ജഡേജ ഇന്നലെ ഒരു 6 അടിച്ചു, എന്നിട്ട് 2-3 6 മാക്സ്വലിന് കൊടുത്തു. അപ്പൊ ബാലൻസ് ആയി. പിന്നെ ഓവർ കൊടുത്തില്ല എന്ന് തോന്നുന്നു. ഒരു ഡ്രോപ്പ് ക്യാച്ച് ഉണ്ട്. ഒരു ക്യാച്ച് ഡ്രോപ്പ് ഉണ്ടായി. എന്നിട്ട് പറഞ്ഞു കാറ്റ് ബോളിന് അങ്ങോട്ട് തള്ളിപ്പോയി എന്ന് പറഞ്ഞു. അപ്പൊ ശർമ്മജി ഓക്കെ എന്ന് പറഞ്ഞു. അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ. അപ്പോ that's how semi-finals are lined up. South Africa facing Afghanistan, India facing England. 2 വളരെ സൂപ്പർ മാച്ചസ് ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആഫ്റ്റർ ദ സെമീസ് നമുക്കൊന്നുകൂടെ കാണാം. ടിൽ ദെൻ